വെറും 50 രൂപ മുതൽ മുടക്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലോ? ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാഗ്നറ്റ്, പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഗമ്മ്, പിന്നെ അതാ ഇങ്ങനത്തെ കാർഡ്ബോർഡ്. ഇത് ഓൺലൈനിൽ ഈസിലി കിട്ടും. പിന്നെ ഇത് മിക്കപ്പോഴും ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു പീസിന് 29 രൂപയാണ് കേട്ടോ എനിക്കായത്. പിന്നെ ഇതെൻ്റെ ഓൾഡ് ഗമ്മാണ്. അപ്പോൾ ഈ ഗമ്മും ഈ മാഗ്നറ്റൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മൾ ഏത് ഫോട്ടോയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ അതിൽ പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഫോട്ടോ കോപ്പി തന്നെ എടുക്കണം കേട്ടോ. എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കാർഡ്ബോർഡിൻ്റെ സെയിം സൈസ് ആയിരിക്കണം. ഞാനിവിടെ എടുത്തേക്കുന്ന കാർഡ്ബോർഡ് 3 ഇഞ്ചാണ്. അപ്പം ഞാൻ അതേ അളവിലാണ് കേട്ടോ ഫോട്ടോ കോപ്പി എടുത്തത്. ഒരു A4 സൈസ് ഷീറ്റ് ഫോട്ടോ കോപ്പി എടുക്കുന്നതിന് 15 രൂപയാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് എത്ര ഡിസൈൻ വേണോ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ അതിൻ്റെ എഡ്ജ് വളരെ നീറ്റായിട്ടും ഷാർപ്പായിട്ടും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പീസ് കട്ട് ചെയ്ത് ഇതാ നല്ല നീറ്റായിട്ട് നമുക്ക് എഡ്ജസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇതിനെ ഗം ചെയ്ത് ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഗം എടുക്കുകയാണെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്വാളിറ്റിയിൽ ഇത് ഗം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗമ്മ് B7000 ആണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗം അപ്ലൈ ചെയ്യുക. നല്ല റഫായിട്ടുള്ള പോർഷൻ എടുത്തിട്ട് അതിൽ നമുക്ക് ഈ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോട്ടോ ഒട്ടിച്ച് തീർന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഒട്ടിക്കാൻ പോകുന്നത് മാഗ്നറ്റ് ആണ് കേട്ടോ. മാഗ്നറ്റൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കേട്ടോ. അപ്പം ഞാൻ രണ്ടാമതുള്ള ഫോട്ടോയും അതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ട് എഡ്ജസ് ഒക്കെ ഔട്ടായി. അതിനെ ഞാൻ പുതിയൊരു ബ്ലേഡ് വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ ഏകദേശമുള്ള എല്ലാ പരിപാടിയും അവസാനിച്ചു കേട്ടോ. ഇത് ചെയ്യാനുള്ള എൻ്റെ മെയിൻ പ്രചോദനം ഞാൻ ഈ നേരത്തെ ഉണ്ടാക്കിയ ഈ കുഞ്ഞ് ഐസ്ക്രീമിൻ്റെ വർക്കാണ് കേട്ടോ. ഇത് കുഞ്ഞിൻ്റെ കിച്ചൺ സെറ്റിൽ കിട്ടിയ ഒരു ടോയ് ആണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. ഇനി നമുക്കിതിൻ്റെ ആഫ്റ്റർ റിസൾട്ട്